ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മംഗളാദേവിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. വേഗം വേഗം പോകാൻ തുടങ്ങി. അപ്പം സിറ്റിയിലെത്തിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. വണ്ടിയെല്ലാം ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സുകളും എല്ലാം കിടപ്പുണ്ട്. ജീപ്പുകളെല്ലാം ഇങ്ങനെ വരി വരിയായിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ലൈൻ അതുവഴി നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോലീസുകാരെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ആൾക്കാർ വരുന്നവരെല്ലാം ഇങ്ങനെ ചോദിച്ചും പറഞ്ഞുമൊക്കെ ഓരോ ജീപ്പിലായിട്ട് കയറി കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മളും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജീപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിങ്ങനെ നടപ്പുണ്ട്. നമുക്കൊരു ജീപ്പ് കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ ജീപ്പിൽ കയറിയിരുന്നു. രണ്ട് മണിക്കൂറോളമായിട്ട് നമ്മൾ ജീപ്പിൽ തന്നെ ഇരിക്കുകയാണ്. പതുക്കെയായിരുന്നു വണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പുറകെ നമ്മുടെ പുറകെ ജീപ്പുകളെല്ലാം ഇങ്ങനെ ഉണ്ട്. അതാ അവിടെ ഉറക്കം തുടങ്ങി. എല്ലാവരും ഉറക്കവുമായി. നമ്മൾ മംഗളാദേവി പോകാൻ വേണ്ടി എറണാകുളത്തുനിന്ന് അങ്ങോട്ട് ചെന്നതായിരുന്നു. അപ്പം ആ ഒരു ഉറക്കമില്ലാത്തതിൻ്റെ എല്ലാം ഉറക്കക്ഷീണം എല്ലാവരും ഉറങ്ങി തീർക്കുന്നുണ്ട്. നമുക്ക് ഇത് ഇപ്പോൾ കാട് വഴി കൂടെ പോകാൻ വേണ്ടിയുള്ളൊരു വഴിയാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് ഒരു സ്കൂള് കാണാൻ പറ്റും. ഇത് സ്കൂളിൻ്റെ വാതിലാണ്. അമലാംബിക സ്കൂളിൻ്റെ വാതിലാണ് ഇപ്പുറത്ത് കാണുന്നത്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള പാതയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡുകളിലായിട്ട് ആൾക്കാർ നടന്നു പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് പോലീസുകാരെല്ലാം ഇപ്പുറത്ത് നിന്ന് വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യത്തെ ഗേറ്റ് കടന്ന് പോകുന്നത്. പിന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഏരിയാസ് കാണാൻ സാധിക്കും. ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകുന്നതും വരുന്നതുമൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒരിടത്ത് നിർത്തി എല്ലാവരും ഇറങ്ങി നമ്മുടെ കയ്യിലെ പ്ലാസ്റ്റിക് സാധനങ്ങളോ ക്യാമറകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ പേരും എല്ലാം എഴുതി അതെല്ലാം കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ ജീപ്പിൽ കയറിയിരുന്നു. അപ്പോൾ കാട്ടിൻ്റെ അകത്തൂടെ ഇനി 20 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും ആൾക്കാരിങ്ങനെ നടക്കുന്നുണ്ട്. വണ്ടികളെല്ലാം ഇങ്ങനെ മിനിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാടിൻ്റെ ഉൾവശത്തൂടെയും എല്ലാം ആൾക്കാരിങ്ങനെ ഷോർട്ട് കട്ട് വഴിയും എല്ലാം നടന്ന് കയറി വരുന്നുണ്ട്. പാത ഭയങ്കര രസമാണ്. ഈ മണ്ണിൻ്റെ അകത്തൂടെ ഉള്ള കുലുങ്ങിയുള്ള പോക്കാണ് നമ്മൾ. മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ സമാധാനമായി. എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ മല കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ മംഗളാദേവി നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മളെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പാത തന്നെയാണ്. അപ്പോൾ ജീപ്പുകൾ ഓരോന്നും ഇങ്ങനെ കയറി വരുന്നുണ്ട്. വലിയ കൊക്ക പോലെ നമുക്ക് താഴെ കാണാൻ പറ്റും. അതേപോലത്തെ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും മഞ്ഞൊക്കെ വീശാൻ തുടങ്ങിയായിരുന്നു. ഒന്നും പറയാനില്ല. അതേപോലെ കിടിലം വെയിലുമായിരുന്നു. ഞങ്ങൾ രണ്ടും അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴത്തേക്കും ജീപ്പുകളൊക്കെ ഇങ്ങനെ വരിയായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി ബാക്കി നടന്നു വരുന്നവരുടെ കൂടെ നടന്നു പോകാമെന്ന് ഓർത്തു. അപ്പോൾ മഞ്ഞുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. കാറ്റ് നല്ല തണുത്ത കാറ്റായിരുന്നു വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാം ജീപ്പ് കയറി പോയിട്ടുണ്ട് നേരത്തെ. അപ്പം നമ്മൾ മേളിൽ കയറി എത്തിയപ്പോഴത്തേക്കും അവരെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അമ്പലത്തിൻ്റെ ഏരിയയിലോട്ടാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ആംബുലൻസൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണാം. പോലീസുകാരെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിൻ്റെ വരി സൈഡിലൊക്കെ ആയിട്ട് മെഡിക്കൽ ഹെൽപ്പിനൊക്കെ വേണ്ടിയുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും. ഒരു മെജോറിറ്റിയും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു നമ്മൾ പോയ സമയത്ത്.
സമയമില്ല. ആരാധകമായി പോയാൽ ഏതെന്നെ കണ്ടെങ്കിൽ ഇതാണ് അമ്പലത്തിലോട്ടുള്ള ആ ഒരു കവാടം. അപ്പോൾ നല്ല ഓലയെല്ലാം വെച്ച് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പോകുന്നതിന് വേണ്ടി മാത്രമായിട്ട് വഴി ഇങ്ങനെ തിരിച്ച് കയറ് വെച്ച് കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം ഫോട്ടോ എടുക്കുന്നവരും ആളുകളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പേരുണ്ട് മലയുടെ മുകളിൽ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും വലിയ കൊക്കയാണ്. അപ്പം അതിൻ്റെ അറ്റത്തൊക്കെ ആൾക്കാർ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതും വ്യൂസ് കാണാനിരിക്കുന്നവരും എല്ലാം ഉണ്ട്. പിള്ളേരും എല്ലാം ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ അകത്തൂടെ. നമ്മളും ആ വഴി കൂടെ തന്നെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മംഗളാദേവിയുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. കിടിലൻ വ്യൂസാണ് അവിടെ കാണാൻ പറ്റുന്നത്. കയറി ചെല്ലുമ്പോഴത്തേക്കും ചെരുപ്പെല്ലാം നമ്മളൊരു സൈഡിൽ ഊരിയിട്ട് അമ്പലത്തിൻ്റെ മെയിൻ കെട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിങ്ങനെ ഓലയൊക്കെ വെച്ച് കെട്ടിയേക്കുന്നതായിട്ട് കാണാൻ പറ്റും. പൂവൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പലം മൊത്തത്തിൽ പൊളിഞ്ഞൊരു അവസ്ഥ പോലെയാണ്. കല്ലെല്ലാം കൊണ്ടിട്ടിട്ട് എല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടി കിടപ്പുണ്ട്. അപ്പോൾ കയറി വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടി ചൂട് വെള്ളം തന്നെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ അത് വേഗം തന്നെ ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും എടുത്തെടുത്ത് കൊടുക്കുന്നുണ്ട് ആൾക്കാർ നിന്ന്. അപ്പം നല്ല കിടിലനായിട്ട് തന്നെ ആൾക്കാരത് ചെയ്യുന്നുണ്ടായിരുന്നു, വോളണ്ടിയേഴ്സ്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ വലിയ ക്യൂ കടന്ന് വേണം ഓരോ അടുത്തേക്കും പോകാൻ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 2 അമ്പലങ്ങൾ പോലെ കാണാൻ പറ്റും. 2 അമ്പലങ്ങളിലും ഒരേ ദേവി തന്നെയാണുള്ളത്. ഒരിടത്ത് തമിഴ്നാട്ടിലെ പൂജാരിമാരും ഒരിടത്ത് കേരളത്തിലെ പൂജാരിമാരുമാണുള്ളത്. ആ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ തർക്കം നടക്കുന്നത് കൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ദേവിമാർ രണ്ടും സെയിം തന്നെ ആയതുകൊണ്ട് നമ്മൾ രണ്ടിടത്ത് നിന്നാലും പോയി പ്രാർത്ഥിച്ചു. ഇവിടെ വെളി കാണാൻ പറ്റും പൊങ്കാലയൊക്കെ ഇടാൻ വേണ്ടി ആൾക്കാർ കലവും ചട്ടി അതും ഇതെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിയിലും പല പൂജകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വേഗം കണ്ട് തിരക്കിൻ്റെ അകത്തൊന്നും പെടാതെ നമ്മൾ ഇറങ്ങി. മധുരയിൽ നിന്നും പണ്ട് കണ്ണകി ദേവി വലിച്ചെറിഞ്ഞ ചെലമ്പ് വന്ന് വീണത് ഈ മംഗളാദേവിയിലാണെന്നാണ് അതിൻ്റെ ഒരു ഓൾഡ് സ്റ്റോറി. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇതുപോലത്തെ ചോറ് അവിടെ വരുന്നവർക്കെല്ലാം വേണ്ടി കൊടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. നല്ല റൈസും അതിനുള്ളൊരു ചമ്മന്തിയും ഒക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഓരോന്നും മേടിച്ച് കഴിച്ചു. നല്ല സൂപ്പറായിരുന്നു. തക്കാളിച്ചോറും ഇത് എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു. ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ അമ്പലത്തിൻ്റെ വശത്തുനിന്ന് ഇറങ്ങി പിന്നെയും ബാക്കിൽ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ മലയുടെ അവിടെ നിന്ന് തന്നെ അടുത്ത ജീപ്പിൽ കയറുമായിരുന്നു. അപ്പോൾ ഈ ജീപ്പുകൾ ഇങ്ങനെ വരിയായിട്ട് താഴേന്ന് കയറി വരുമ്പോഴത്തേക്കും അതിൽ തന്നെ വള്ളത്തിൽ കയറി നമ്മൾ ഇരുന്ന് എന്നിട്ട് തിരിച്ച് പോകുവാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു അവസ്ഥ. ആളുകളെല്ലാം പിന്നെയും വരുന്നവർ ഇനിയും ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ കയറി വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഇനിയും നിന്നാൽ സമയം ഒരുപാട് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി.